എന്താണോ സാറേ? ഇന്ന് സർപ്പകാവില് വിശേഷപ്പെട്ട പൂജയല്ലേ നടക്കുന്നത്? സാറും ഇതിൽ പങ്കെടുക്കേണ്ടതല്ലേ? വിശേഷപ്പെട്ട പൂജ എന്ന് പറഞ്ഞ പൂജയുടെ കാഠിന്യം കൂടുക എന്നാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാഥയെ കൂടുതൽ ദ്രോഹിക്കുക. എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മാണിക്കുഞ്ഞ്. സമ്പന്ന രീതിയിൽ ജീവിച്ചിരുന്നവളാ ഗാഥ. സിത്താര മേഡത്തിന്റെ വീട്ടില് എല്ലാം അവളുടെ ഇഷ്ടങ്ങളായിരുന്നു. ഓക്കെ, ഗാഥയ്ക്കിപ്പം നല്ല ചേഞ്ചും ഉണ്ട്. പക്ഷേ അത് മുതലെടുക്കുന്ന രീതിയിലാണ് ഈ പൂജയും വ്രതമൊക്കെ. നല്ലതിന് വേണ്ടിയിട്ടല്ലേ സാറേ? 100 പരിഹാരങ്ങൾ വേറെ ഉണ്ടല്ലോ. എല്ലാം കൂടി ഈ പാവത്തിന്റെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നു? ഒരു നേരത്തെ ഭക്ഷണം, അതും പാലും പഴവും മാത്രം. ഒരു കീറപ്പായല കിടക്കുന്നത്. സഹിക്കാൻ ഗാഥ തയ്യാറായാലും അത് കണ്ടു നിൽക്കാൻ പറ്റണ്ടേ? ഗാഥാമാടത്തിന്റെ മാറ്റത്തെക്കാൾ വലിയ മാറ്റമാണ് സാറിന്. ആദ്യം സാറ് ഗാഥാമാടത്തിന്റെ വിവാഹാലോചനയെ ഒരു ബിസിനസ് ആയിട്ടാണ് കണ്ടത്. പിന്നെ പതുക്കെ പ്രണയമായി. പക്ഷെ ഇപ്പോഴാണ് സാർ അത് പൂർണ്ണതയിലെത്തിയത്. ഇപ്പോ ഗാഥാമാടം സാറിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതേടോ മാണിക്കുഞ്ഞ്, ഇനി എന്റെ ജീവിതത്തിൽ ഗാഥയില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ അയാളുടെ അടുത്ത് ഇഴുകി ചേർന്ന് പോയി. സാറേ, ഒരാളും സാറിനെയോ ഗാഥാമാടത്തിനെയോ ദ്രോഹിക്കണമെന്ന് കരുതി ഒന്നും ചെയ്യുന്നില്ല. മുത്തശ്ശിയും അച്ഛനും അമ്മയൊക്കെ പറയുന്നത് അവർക്ക് സന്തോഷിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് ജനിക്കാനുള്ള കുട്ടികളെയും കണ്ടിട്ടാണെന്നാ. എതിർപ്പൊന്നും പറഞ്ഞ് അവരെ വേദനിപ്പിക്കേണ്ട സാറേ. ഈ 41 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ, അതോർത്താണ് ക്ഷമിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും ഇങ്ങനൊരു വ്രതത്തിന് ഗാഥയ്ക്ക് സമ്മതം കൊടുക്കില്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ല മാണിക്കുഞ്ഞ്. ഒരുപക്ഷെ ഈ ലോകത്ത് മറ്റാർക്കും ഈ കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ലായിരിക്കും. ഒക്കെ മാറും സാറേ. ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? എങ്ങോട്ടാ? അങ്ങോട്ട് മാറി നിൽക്കേ. രണ്ടുപേർക്കും അങ്ങോട്ടിരിക്കാം. ഏകാഗ്രത വേണം, അല്ലെങ്കിൽ പൂജകൾ പൂർത്തിയാക്കാൻ പറ്റില്ല. ദൈവമേ, ഗാഥ കാണിക്കുന്നത് അവിവേകമാണ്. പക്ഷെ അവൾക്കൊന്നും സംഭവിക്കരുതേ. സുമിത്രേ, ഗാഥമോൾക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ശ്രദ്ധയില്ലാത്തതുപോലെ. എന്തൊക്കെയോ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇതുപോലുള്ള വേഷം കെട്ടലുകൾ കാണിക്കുകയല്ലേ അമ്മേ? പിന്നെ എങ്ങനെയാ സ്വസ്ഥതയോടെ ഗാഥമോൾക്കൊന്ന് പൂജ ചെയ്യാൻ പറ്റുന്നത്? ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പൂജ ചെയ്യേണ്ടവർ മാത്രമേ കാവിൽ അവശേഷിക്കാവൂ. നിന്നോട്ടെ. പാടില്ല. പൂജയിൽ പങ്കെടുത്തവർ ഒഴിച്ച് ബാക്കി ആരും പാടില്ല എന്നാണ് ശാസ്ത്രം. എല്ലാരും വരൂ. പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഇടയിൽ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതുറപ്പാണ്. അതിലൊന്നും മനസ്സ് ചഞ്ചലപ്പെടാതെ നിങ്ങൾ നിങ്ങളുടേതായ പൂജകൾ മാത്രം പൂർത്തീകരിച്ചാൽ മതി. മനസ്സിലായോ? നാഗദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. വന്നോളൂ.
എന്നോട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അയച്ചത്. പിന്നെ എങ്ങനെ ഇവിടെ പൂജയ്ക്കിരുന്നത്? ഞാൻ തന്നെ പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഒരുക്കായിരുന്നു മാഡം. കരുതിക്കുട്ടി എന്നെ പിടിച്ചു മാറ്റി ഇവിടെ വന്നിരുന്ന എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? പൂജ ചെയ്യാനുള്ള അവകാശം ഗാഥയ്ക്കാണ്. ഗാഥ തന്നെ ചെയ്തോളാന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ മുന്നിൽ ഇതെല്ലാം എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? മമ്മി, എനിക്ക് പേടിയാവുന്നു മമ്മി. നമുക്ക് ഇവിടുന്ന് പോവാം. എടുത്തു ചേട്ടൻ കാണിക്കരുതെന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? സോറി മാഡം. ഗാഥയും കൂട്ടി ഇവിടുന്ന് പെട്ടെന്ന് പോയിക്കോളൂ. നിർമ്മലമ്മായും കീർത്തിയും ചെന്ന് വിവരം പറഞ്ഞാല് എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. പൂജകളും വ്രതങ്ങളും ഒക്കെ ഞാൻ പൂർത്തിയാക്കിക്കോളാം. എന്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി ത്യജിച്ചോളാം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഗാഥയോടൊന്നും പറഞ്ഞാൽ മതി. മോളെ, ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. വാ, വന്നേ. വാ, നടക്ക്.